എൻ്റെ പേര് ദിനു രാംസൺ. ഞാനിപ്പോൾ കഴിഞ്ഞ 2023 RRB ക്ലർക്ക് ക്രാക്ക് ചെയ്തിട്ട് കേരള ഗ്രാമീണ ബാങ്കിൽ ജോലി കിട്ടി. മഞ്ചേരി ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. 2 മാസമായി ജോലി ചെയ്തിട്ട്. ഇതിൻ്റെ ജേർണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ബിക്കോസ് 2021 നവംബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തപ്പോഴത്തേക്കും ഒരു കൊറോണ സമയമായിരുന്നു. അപ്പോൾ അത് കുറച്ച് പ്രശ്നമായി. ഒരു 2-3 മാസം ബ്രേക്കായി. അങ്ങനെ പിന്നെ വേറെ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഞാൻ 2022 ഒക്ടോബറിലാണ് പിന്നെ റീജോയിൻ ചെയ്തത്. തിരിച്ച് ആ ഫോം കണ്ടെത്താൻ കുറച്ച് പാടായിരുന്നു. പക്ഷേ നമ്മുടെ എക്സ്ട്രീം സർക്കിളൊക്കെ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിരുന്നു. എക്സ്ട്രീം സർക്കിൾ, ബേസിക് സർക്കിൾ അതെല്ലാം ഒന്ന് സെറ്റായി. പിന്നെ നമ്മുടെ തന്നെ ഈ റേസിൻ്റെ കുറേ മോക്ക് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഈ പെർസെൻറ്റേജ് നോക്കി പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്ത് ആ ഒരു രീതിയിലാണ് നമ്മൾ ഫോം കണ്ടെത്തണത് അത്യാവശ്യം. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്ത് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രിലിംസ് സെറ്റാവും. പിന്നെ ആദ്യമൊക്കെ എക്സാം എഴുതിയപ്പോഴത്തേക്കും 2-3 എക്സാം പ്രിലിംസ് ഒന്നും ക്ലിയർ ആയില്ല. പിന്നെ പ്രിലിംസ് സെറ്റായി തുടങ്ങി. 2022 RRB ആണ് ഫസ്റ്റ് എക്സാം. അപ്പോൾ അത് ഇപ്പോൾ സെറ്റായി തുടങ്ങി. പിന്നെ അങ്ങോട്ട് എൻ്റെ വീക്ക് പോയിൻ്റ് എവിടെയാണെന്ന് മാർക്കൊക്കെ നോക്കി വീക്ക് പോയിൻ്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. വീക്ക് പോയിൻ്റ് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം മാത്സ് കുറച്ച് വീക്കായിരുന്നു. റീസണിങ്ങും ഇംഗ്ലീഷ് സെറ്റായിരുന്നു. അങ്ങനെ മോക്ക് എഴുതി എല്ലാം ഏകദേശം 90% കിട്ടി. പിന്നെ ആദ്യം IBPS PO കിട്ടി. അതിന് SBI ക്ലർക്ക്. ഇത് രണ്ടും പ്രിലിംസ് പാസ്സായി. മെയിൻസിൽ ജസ്റ്റിന് പോയി. പിന്നെ നെക്സ്റ്റ് വർഷം ഫസ്റ്റ് എക്സാം ആയിരുന്നു RRB ക്ലർക്ക്. അത് ക്രാക്ക് ചെയ്തിരുന്നു. ഇത്രയേ ഉള്ളൂ പറയാനുള്ള. കൺസിസ്റ്റൻസിയാണ് കീ ആയിട്ടുള്ളത്. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. കുറേ പ്രശ്നങ്ങൾ വരും, ഒന്നും നോക്കാതെ മൂവ് ഓൺ ചെയ്യുക. എത്ര എക്സാം പൊട്ടിയാലും പിന്നെയും മൂവ് ഓൺ ചെയ്യുക. കൺസിസ്റ്റൻസിയാണ് മെയിൻ ഫാക്ടർ.